വ്യക്തമായി തങ്ങൾ തിരിഞ്ഞു നിന്നിട്ടുള്ള ദശ സൗദി അറേബ്യയുടെ ഇന്നത്തെ റിയാദിന്റെ നേർക്ക് അഥവാ നജിദിന്റെ നേർക്കായിരുന്നു, അല്ലാതെ ഇറാഖിലുള്ള നജിദിന്റെ നേർക്കായിരുന്നില്ല. എന്തേ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാവുക? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന്റെ ശേഷം ഇന്നേ വരെയുള്ള 1400 വർഷ കാലയളവിൽ നജിദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉടലെടുത്തിട്ടുള്ള പ്രത്യേകമായ ഫിത്ന എന്താണ്? അതാണ് നിങ്ങൾക്ക് കാണാൻ സാധ്യമാവുക. ഫിത്ന എന്ന് പറയുമ്പോൾ വ്യഭിചാരം ഒരു ഫിത്നയാണ്, കച്ചറ ഫിത്നയാണ്, തോക്കുകൊണ്ടുള്ള കളി ഫിത്നയാണ്, സംഘടനകൾ ഫിത്നയാണ്. എന്നാൽ ഇത്തരം കച്ചറകളായിരുന്നുവോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത്? എങ്കിൽ അത്തരം ബഹളങ്ങൾ ഈ 1400 വർഷങ്ങൾക്കിടയിൽ ആ റിയാദിൽ നടന്നതിനേക്കാൾ കൂടുതൽ നടന്നിട്ടുള്ള എത്ര പ്രദേശങ്ങളുണ്ട്. മറ്റു പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഫിത്ന നമുക്ക് ആ റിയാദ് മണ്ണിൽ അഥവാ നജിദിന്റെ മണ്ണിൽ കാണുവാൻ സാധ്യമാവുക മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ പിറവിയെടുത്തു എന്നത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ വരവ്, അദ്ദേഹത്തിന്റെ ആഗമനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ള ഫിത്ന സൂചിപ്പിക്കുകയില്ല, വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള ഫിത്ന തന്നെയായിരുന്നുവോ? തന്നെയായിരുന്നു. കാരണം കടുത്ത നിലപാടായിരുന്നു മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെത്. വളരെ കടുത്ത നിലപാടായിരുന്നു. ഇസ്ലാമിന് അന്യമായ തീവ്രതയുടെ നിലപാടുകളായിരുന്നു. ഇതെവിടെ നമുക്ക് ബോധ്യപ്പെടും? ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് താരീഖു നജ്ദ് എന്നാണ്. ഒരു ചെറിയ കിതാബാണ്. അതിൽ അതിന്റെ ഓദർ എഴുതുകയാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജ്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ച് ദർഇയ്യ എന്ന് പറയുന്ന പ്രവിശ്യയിലെ നേതാവിനെ, ഭരണകർത്താവിനെ, നാടുവാഴിയെ തന്റെ വലയത്തിൽ അകപ്പെടുത്തി കഴിഞ്ഞു. കുറെ അനുയായികളെയും സമാഹരിച്ചതിന് ശേഷം ഒരാവശ്യം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു ആ ആവശ്യം? ഇപ്പോഴും നാം നജിദിൽ ചെന്നു കഴിഞ്ഞാൽ, റിയാദിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മഖബറത്തു ശുഹദാ എന്ന പേരിൽ ശ്മശാനം കാണാം. ദർഇയ്യ പ്രദേശത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവിത സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ആ ഏരിയകളിൽ ഒരു വിസിറ്റ് നടത്തിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാകും. മഖബറത്തു ശുഹദാ എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. നേരത്തെ അവിടെ ബോർഡും തന്നെ വെച്ചിരുന്നു. ആ സ്ഥലത്ത് ആരെയാണ് മറവാടപ്പെട്ടിട്ടുള്ളത്? അനേകം മുസ്ലിങ്ങളെ മറവാടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പേര് വീഴാൻ കാരണം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന സമയത്ത് സകാത്ത് കൊടുക്കാൻ കൂട്ടാക്കാത്ത വിഭാഗത്തോട് യുദ്ധം ചെയ്ത കഥ അറിയാമല്ലോ. പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകന്മാര് കടന്നു വന്നപ്പോൾ അവരോട് മഹാനവറുകൾ ഏറ്റുമുട്ടിയതറിയാമല്ലോ. ഇസ്ലാമിൽ നിന്ന് തന്നെ മുർത്തദ്ദാവാൻ തയ്യാറായിട്ടുള്ള ആളുകളോടും മഹാനവറുകൾ ഏറ്റുമുട്ടിയതറിയാമല്ലോ. ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവിശ്യയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പറഞ്ഞയച്ചുള്ള മുസ്ലിം യോദ്ധാക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി നടത്തിയിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട്. ഈ ഷഹീദായവരെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഒരു ലീഡറാണ് സെയ്ദ് ബിനുൽ ഖത്താബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. മഹാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ടുള്ള യോദ്ധാക്കളാണ്, മുസ്ലിം പക്ഷത്തുള്ള യോദ്ധാക്കളാണ്. ഇവരെ മറമാടപ്പെട്ട സ്ഥലത്ത്
സെയ്ദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ആൾ ഉമർ ബിൻ ഖത്താബ് എന്നവരുടെ ബ്രദറാണ്, സഹോദരനാണ്. അത്രേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് പോലും. മഹാനവറുകളുടെ ഖബറിടത്ത് യാറമുണ്ടായില്ല. അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ ഈ ഖബർ സിയാറത്തിന് വരുന്നു, ഈ ഷഹീദിന്റെ അരികിൽ വരുന്നു, സിയാറത്ത് ചെയ്തു പോകുന്നു. ഇത് അശേഷം മുഹമ്മദ് അബ്ദുൽ വഹാബിന് ദഹിച്ചില്ല. ആ വ്യക്തിയുടെ തീവ്രത എത്രയുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് മറമാടപ്പെട്ടിട്ടുള്ളത്? 4 ചുമരിന്റെ ഉള്ളിലാണ്. 4 ചുമരിന്റെ ഉള്ളിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ്, വീട്ടിലാണ് തങ്ങളെ മറമാടിയിട്ടുള്ളത്.